ഭൂജല വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്ന കുഴൽക്കിണർ നിർമ്മാണത്തിൽ ഭാരമേറിയ യന്ത്രഭാഗങ്ങളുടെ കയറ്റിറക്കിനും സൂപ്പർവൈസർ നിർദ്ദേശിക്കുന്ന മറ്റു ജോലികളും ചെയ്യുന്നതിനാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാറ്. അപേക്ഷ പോലും വാങ്ങാതെയാണ് നിയമനങ്ങൾ നടത്തുന്നതെന്ന് അധികൃതരും സമ്മതിക്കുന്നു. അങ്ങനെ വേക്കൻസി ആയിട്ട് നമുക്ക് CLR എടുക്കുന്നേ. CLR എടുക്കുന്ന വേക്കൻസി ആയിട്ടില്ല. ഉള്ള ദിവസങ്ങളിൽ വർക്കിനെ സഹായിക്കുവന്നേ ഉള്ളൂ, അല്ലാതെ ഉള്ള കാര്യങ്ങൾ എടുക്കുന്നില്ല. ആലപ്പുഴയിലെ ഭൂജല വകുപ്പ് ഓഫീസിന് കീഴിലെ 6 കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് പരമാവധി വേണ്ടത് 30 താൽക്കാലിക ജീവനക്കാരെയാണെന്ന് ഭൂജല വകുപ്പ് ഡയറക്ടർ നൽകിയ വിവരാവകാശ രേഖ തന്നെ പറയുന്നു. എന്നാൽ നിലവിലിവിടെ ജോലി ചെയ്യുന്നത് 51 പേരാണ്. മിക്കവാറും പ്രവൃത്തി ദിവസങ്ങളിലും ജോലിക്കെത്തുന്ന ഇവരുടെ ദിവസവേതനം 396 രൂപയാണ്. ജോലിയില്ലെങ്കിലും പ്രതിമാസ വേതനം 10,000 രൂപയോളം. ഇതിൽ കുറെ പേരെങ്കിലും പണിയെടുക്കാതെയാണ് വേതനം വാങ്ങുന്നതെന്ന് ചുരുക്കം. നിയമനങ്ങൾ നടക്കുന്നത് ലക്ഷങ്ങൾ കോഴ വാങ്ങിയാണെന്നും ആരോപണമുണ്ട്. ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ പെങ്ങളുടെ മകൻ പോൾസണും പിന്നെ വകുപ്പ് ഡയറക്ടർ ബാബു എം ജോസഫും ചേർന്നിട്ടാണ് ഈ അഴിമതികൾ മൊത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും പേരെ അനാവശ്യമായി നിയമിച്ചിട്ടുണ്ടെങ്കിലും പല പഞ്ചായത്തുകളിലും ഭൂജല വകുപ്പിന്റെ പേരിൽ കുഴൽക്കിണറുകൾ നിർമ്മിക്കുന്നത് സ്വകാര്യ കമ്പനിയാണ്. ഭൂജല വകുപ്പ് നടത്തിയ നിർമ്മാണമെന്നാണ് പഞ്ചായത്തിൽ രേഖയെങ്കിലും വകുപ്പിന്റെ രേഖകളിൽ കരാർ നിർമ്മാണമെന്നാണ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം